മെഡിക്കൽ സ്കെപ്റ്റിക്കിന്റെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഹോട്ട് ടോപ്പിക് തന്നെയാണ്, കാരണം വാക്സിനെ കുറിച്ചാണല്ലോ നമ്മൾ കുറെ ദിവസമായിട്ട് ചർച്ച. വാക്സിന്റെ സുരക്ഷയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആശങ്കകൾ പലരും ബോധപൂർവം സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടക്കാണ് ഈ വ്യാജ ചികിത്സകര് തങ്ങളുടെ വ്യാജ ചികിത്സക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്യുവർ കച്ചവട താല്പര്യം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിന് അവര് വളരെ സജീവമായിട്ട് തുടക്കം മുതലേ വാക്സിനെതിരാണ് ഇവര്. എല്ലാ മോഡേൺ മെഡിസിൻ എന്തൊക്കെ ചികിത്സ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം എതിരാണ് ഇവര്. അങ്ങനെ യാതൊരു വിവരവും ഇല്ലാതെ, ഒരു അടിസ്ഥാന ജ്ഞാനമില്ലാതെ, അറിവില്ലാതെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടിട്ട് ആളുകളുടെ സ്വത്തിനും ജീവനും വിശ്വാസത്തെയും ഒക്കെ ഗുരുതരമായി ബാധിക്കുന്ന ഇവരുടെ പിഴച്ച വാദങ്ങൾക്കെതിരെ നാം നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് വാക്സിൻ ആയിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസിൽ ഇവരുടെ ആചാര്യന്മാർ രണ്ടുപേര് നടത്തിയ ചില അബദ്ധജടിലമായ ചില വാദങ്ങളെ എക്സ്പോസ് ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. നമ്മോടൊപ്പം ഫാസിൽ മുഹമ്മദ് ഉണ്ട് ദുബായിൽ നിന്ന്. അപ്പം ഒന്നാമതായി ചെയ്യുന്ന ഇവരുടെ ആചാര്യനായിട്ടുള്ള ഷുഹൈബ് റിയാലു, അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില കമന്റ്സ് ആണ്. അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഫാസിൽ. നമുക്ക് അതിലോട്ട് പോകാം, വീഡിയോയിലോട്ട് ആദ്യം. ഓക്കെ. ദിവസമായി ജനങ്ങൾ വല്ലാത്തൊരു പരിഭ്രാന്തിയിലാണ്. എന്താ കാരണമോ? അതെ, കോവിഷീൽഡ് പോലെയുള്ള കോവിഡ് വാക്സിൻ എടുത്ത ഓരോ ആളുകൾക്കും ഹൃദയാഘാതം, രക്തം കട്ടപിടിച്ചു പോകുന്ന അവസ്ഥകളും, ബ്രെയിൻ സ്ട്രോക്കും, അങ്ങനെ കുഴഞ്ഞു വീണ മരിക്കലുകളും, ഉറക്കത്ത് നിന്ന് സൈലന്റ് അറ്റാക്കും ഒക്കെ ഉണ്ടാകുമെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് മറ്റാരുമല്ല, അതിന്റെ മാനുഫാക്ചേഴ്സ് തന്നെയാണ്. നോക്കൂ ഫാസിൽ, ഇദ്ദേഹം പറയുന്നത് വാക്സിൻ എടുത്ത ഓരോരുത്തർക്കും പറഞ്ഞ പ്രശ്നം കണ്ടോക്കിയ കളവ് കൊണ്ടാ തുടങ്ങുന്നത് തന്നെ. അതെ, എന്താണ് എല്ലാവർക്കും ഓരോ വാക്സിൻ എടുത്ത ഓരോരുത്തർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആക്ച്വലി വാക്സിൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് അതിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആന്റിജൻ ആന്റിബോഡി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സരളമായ ഭാഷയിൽ പറഞ്ഞാൽ രോഗകാരി എന്ന് വേണമെങ്കിൽ പറയാം. ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ആന്റിജൻ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ, അതായത് രോഗകാരിയായ ഒരു സബ്സ്റ്റൻസ് ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ ശരീരം അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, രോഗപ്രതിരോധ ശേഷിക്കായിട്ട് ശരീരം അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആന്റിബോഡി. ഈ വാക്സിൻ എന്ന് പറഞ്ഞ സാധനം ആന്റിജൻ ആണോ ആന്റിബോഡി ആണോ എന്ന കാര്യത്തിൽ നമുക്കറിയാം. അത് ആന്റിബോഡി അല്ല, ആന്റിജൻ ആണ്. അത് പക്ഷേ രോഗമുണ്ടാക്കാത്ത, എന്നാൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന, കൃത്യമായിട്ട് കേൾക്കുക, കേൾവിക്കാർക്കായിട്ട് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആന്റിജൻ ആണ്, പക്ഷേ രോഗകാരിയല്ല, രോഗമുണ്ടാക്കാത്ത എന്നാൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത് വാക്സിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. നിർജീവമായിട്ടുള്ള വൈറസ് ആണ് അത്. നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ആ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല. പക്ഷേ ആ വൈറസ് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഏത് രൂപത്തിലാണോ വൈറസിനോട് പ്രതികരിക്കുക അതേ രൂപത്തിൽ ഈ വാക്സിനോടും പ്രതികരിക്കും, വാക്സിനകത്തുള്ള ആന്റിജനോടും പ്രതികരിക്കും. അപ്പോ ശരീരത്തിനകത്ത് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഈ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ രോഗം, യഥാർത്ഥത്തിലുള്ള വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൽ എന്ത് സംഭവിക്കും? വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് അവസാനിക്കും. ആ രോഗവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷനിൽ നിന്ന് ആ വാക്സിൻ നമ്മളെ സേവ് ചെയ്യും. ഇതാണ് വാക്സിന്റെ സിദ്ധാന്തം, വാക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. ശരി, ഇനി ഇദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് കടന്നു വന്നാൽ, ഇദ്ദേഹം തുടങ്ങിയത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോവിഡ് വാക്സിൻ എടുത്ത ഓരോ വ്യക്തിയും പരിഭ്രാന്തിയിലാണ്. കോവിഡ് വാക്സിൻ എടുത്ത ഓരോ വ്യക്തിക്കും എന്തുണ്ടാവുന്ന പറഞ്ഞ് ത്രോംബോസിസ് ഉണ്ടാവുന്നു, രക്തം കട്ടപിടിക്കുന്നു, മരിച്ചു പോകുന്നു. എന്താണ്, ആരെയാണ് പൊട്ടനാക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് രൂപത്തിലാണ് ഭീതി പടർത്തുന്നത്. ഇപ്പോ എനിക്ക് ഓർമ്മ, നമ്മളെ PM പ്രൈം മിനിസ്റ്റർ ഇപ്പോ പറയാറുണ്ട് ഇടയ്ക്ക്, ഇപ്പോ ഈയിടെ ആയിട്ട്, നിങ്ങള് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ നിങ്ങളുടെ പണം എടുത്ത് മറ്റവന്മാർക്ക് കൊടുക്കും കേട്ടോ, അപ്പോ മറ്റവന്മാരെ സൂക്ഷിക്കണം, അതേപോലെ തന്നെ ക്രിക്കറ്റ് ടീമിൽ മറ്റവന്മാരെ ഉൾപ്പെടുത്തും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭീതി പടർത്തുക. എന്നിട്ട് ആ റവന്യൂ ഉണ്ടാക്കലാണ് ലക്ഷ്യം. ആരുടെ? ഈ പറയുന്ന വ്യക്തികളെ, ഈ പറയുന്ന അക്യുപഞ്ചർ ആവട്ടെ വേറെ ആവട്ടെ, അൾട്ടിമേറ്റ് എയിം റവന്യൂ ആണ്. എന്താ സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു അനുയായികളാണ് നോർത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ ആളുകള്. അതേ നിലവാരത്തില് ഇയാൾ വിശ്വസിക്കുന്ന ആളുകളാണ് ഇയാളുടെ അനുയായികള്.
സങ്കടകരല്ലേ, അങ്ങേയറ്റം വേദനാജനകല്ലേ. ഇത്രയും എന്താ പറയാ പ്രബുദ്ധരായ ഉത്ബുദ്ധരായ ലിറ്ററേറ്റ് ആയിട്ടുള്ള കേരള ജനത ഇയാളുടെ പിന്നാലെ പോവാന്ന് പറഞ്ഞാൽ, അതും നല്ല വിവരമുള്ള പഠിപ്പുള്ള അധ്യാപകന്മാരും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ വീട്ടമ്മമാരും ഗ്രാജുവേറ്റ് ആയ ആൾക്കാരൊക്കെ ഇയാൾ പിന്നാലെ പോകുന്നുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഒരു നല്ല ബുദ്ധിയുള്ള ശരിക്കും നല്ല കാര്യങ്ങളെ വ്യക്തമായി പഠിച്ച ഒരാളും പോവില്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്നതാണ്. ശരി, ഇതിലേക്ക് കടന്നു വരാം, നമുക്ക് തിരിച്ചു വരാം. പിന്നെ ത്രോംബോസ് ഉണ്ടായിട്ട് രക്തം കട്ട പിടിച്ച് മരിച്ചു എന്ന് പറഞ്ഞ ആരോപണം അതുണ്ടോ? ഉണ്ട്. എന്നാൽ എന്താണ് സംഭവം, എന്താണ് അതിന്റെ സംഗതി? അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. 4 out of അല്ലെങ്കിൽ 3 കൃത്യമായിട്ട് പറഞ്ഞാൽ 3.5 out of 1 million. 1 million എന്ന് പറഞ്ഞാൽ 1 million ഈസ് ഈക്വൽ ടു 10 lakh ആണ്. 10 lakhs. കേൾവിക്കാർക്കായിട്ടായി പറയുന്നത്. 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 ലക്ഷം കോവിഡ് എടുത്ത വ്യക്തികളിൽ 3.5 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക്, റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 4 വ്യക്തികൾക്ക് എന്ന് പറയാം, 4 പേർക്ക് ആ രൂപത്തിലുള്ള പ്രശ്നം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10,04,000. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടോട്ടൽ കോവിഡ് ബാധിച്ച എണ്ണം worldometer.com എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടോട്ടൽ കോവിഡ് ബാധിച്ച ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തപ്പെട്ടത് 70 കോടിയാണ്. അതിൽ മരണത്തിന് കീഴടങ്ങിയത് 70 ലക്ഷമാണ്. അതിന്റെ പെർസെന്റേജ് നിങ്ങൾ നോക്കുക. 70 ലക്ഷം പേര് ഒഫീഷ്യലി രേഖപ്പെടുത്തപ്പെട്ടത് 1% ആണ്. 100-ൽ ഒരാള് മരണപ്പെട്ടു. 100-ൽ ഒരാള് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ വാക്സിന്റെ പ്രശ്നം മൂലം എത്ര പേരെ നമുക്ക് ഇന്ന് ഏറ്റവും മിനിമം എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന ഒരു ലളിതമായ കാര്യം ഞാൻ പറയാം. ഈ വാക്സിൻ എടുത്ത ശേഷം ഉണ്ടാകുന്ന കോവിഡ് കേസസും വാക്സിന്റെ മുന്നുണ്ടായിരുന്ന കോവിഡ് കേസും ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന എന്തുകൊണ്ടാണ്? ഇവരുടെ സൂചി കൊണ്ടാണോ നമ്മൾ ഇതിനെ പ്രതിരോധിച്ച്, നമ്മൾ ഇതിനെ അബോളിഷ് ചെയ്തത്, നമ്മൾ ഇതിനെ സർവൈവ് ചെയ്തത് ഈ സൂചി കുത്തല കൊണ്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും നാച്ചുറോപതിക്കാരെ കൊണ്ടാണോ? പച്ചയായ സത്യമാണ്, വാക്സിനാണ് നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചത്. വാക്സിന് കാരണമാണ് ഈ രൂപത്തിൽ നമുക്ക് കോവിഡിനെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാരും വാക്സിനേറ്റഡാ. ഇന്നിപ്പോ പറയുന്ന ഒരു തമാശ എന്താ വെച്ചാല്, ഈ നിങ്ങൾ വാക്സിനൊക്കെ തന്നിട്ട് ആൾക്കാരെ എന്താ പറയാ ബ്ലഡ് ക്ലോട്ടായിട്ട് മരിപ്പിക്കാനുള്ള നിങ്ങളുടെ പരിപാടിയല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ റവന്യൂ കിട്ടാനുള്ള മാർഗമല്ലേ? ഈ വ്യക്തി വാക്സിനേറ്റഡാ, ഇയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വാക്സിനേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ സ്വീകരിച്ച് പിന്നീട് അതിൽ നിന്ന് മുക്തമായി പിന്നീട് ഇയാൾക്ക് തന്നെ ചിലപ്പോൾ കോവിഡ് വന്ന് പോയിട്ടുണ്ടാവും, അല്ല ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ കോവിഡ് വന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ധാരണയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഞാനിതിലേക്ക് തിരിച്ചു വരാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ്, 100-ൽ ഒരാള് മരണപ്പെടുന്ന കോവിഡ്, അതേപോലെ തന്നെ അതിനെ അതിജയിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ വാക്സിൻ, ആ വാക്സിൻ എടുത്ത 10 ലക്ഷത്തിൽ 4 പേർക്കാണ് ഈ രൂപത്തില് ത്രോംബോസ് മറ്റേ ബ്ലഡ് ക്ലോട്ടായി എന്ന് പറഞ്ഞ ഈ സ്വാഭാവികമായിട്ടും ശരീരത്തിനകത്ത് കൂടുതൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉള്ള ചില ആൾക്കാരുടെ ശരീരം ഭയങ്കരമായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉള്ളതായിരിക്കും. അപ്പൊ ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശരീരം അതിനോട് പ്രതികരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കാണ് ഈ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകുന്നത്. വളരെ റയറായിട്ട് ഈ പറഞ്ഞ കണക്ക് പ്രകാരം ഈ 35 കേസ് എങ്ങാണ്ടാണ് UK-ല്, ടോട്ടൽ യുണൈറ്റഡ് കിങ്ഡത്തില് അവരാണ് കേസിന് പോയിട്ടുള്ളത്, അല്ലെ? അവരാണ് കേസിന് പോയിട്ടുള്ളത്. അപ്പോ ഇതാണ് അതിന്റെ കഥ. പിന്നീട് ഞാൻ വീഡിയോയിൽ വേറൊരു സംഗതി കൂടി ഉണ്ട് അതിനകത്ത്, അത് കൂടുതൽ പ്ലാൻ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതിലോട്ട് വരാം. അതില് മനസ്സിലാക്കേണ്ട സംഗതി നേരത്തെ ഫാസിൽ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ വേൾഡ് പോപ്പുലേഷന്റെ 70% വാക്സിനേറ്റഡ് ആണ്. അപ്പൊ ഇയാൾ പറഞ്ഞ രൂപത്തിൽ വാക്സിൻ എടുത്ത് ഓരോരുത്തർക്കും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും? ലോകത്ത് ആളുകളൊക്കെ ഈ ത്രോംബോസിസ് അടിച്ച് അല്ലെങ്കിൽ സ്ട്രോക്ക് അടിച്ച് മരിച്ചു വീഴുന്ന ഒരു കാഴ്ച ഉണ്ടാവും. അപ്പൊ ഇത് എന്താണ് വാക്സിൻ വിരുദ്ധത നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വ്യാപകമായിട്ടുണ്ട് വാക്സിൻ വിരുദ്ധത. ഈ വാക്സിൻ കൊണ്ട് എത്ര ഡിസീസാണ് നമ്മൾ അബോളിഷ് ചെയ്ത് തുടച്ചു നീക്കിയിട്ടുള്ളത്. മീസിൽസ്, അതേപോലെ തന്നെ പാർഷ്യലി തുടച്ചു നീക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാമാവശേഷമാക്കിയിട്ടുണ്ട് പല ഡിസീസിനും. ഡിഫ്തീരിയ, അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇതൊക്കെ വളരെ റയറായിട്ടേ കാണുന്നുള്ളൂ. വ്യാപകമായിട്ട് പണ്ട് കണ്ടിരുന്ന സാധനത്തെ നമ്മൾ വാക്സിൻ എന്ന സാധനം കൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്തത്. ആ വ്യാപിച്ച് നിറഞ്ഞിരുന്ന സംഗതി വളരെ റയറായിട്ട് വല്ലപ്പോഴും മാത്രം കാണുന്ന രൂപത്തിലായത് വാക്സിനേഷൻ കൊണ്ടാണ്. നമ്മള് ന്യൂമോണിയ, അതേപോലെ തന്നെ മംസ്, മീസിൽസ്, റൂബെല്ല, ഡിഫ്തീരിയ, അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ വൂപ്പിംഗ് കഫ്, ഒരുപാട് 10-20ഓളം ഡിസീസസ് ഉണ്ട്. അത് പറഞ്ഞ് നമ്മൾ സമയം തീർക്കണ്ട. പക്ഷെ ഇതൊക്കെ നമ്മൾ സർവൈവ് ചെയ്തത് വാക്സിൻ കൊണ്ടാണ്.
അപ്പൊ ഈ വാക്സിൻ വിരുദ്ധത ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് കണ്ട് പടർത്തിയിട്ട് ഭീതി പടർത്തിയാൽ ഉണ്ടാകാൻ പോകുന്നത് ഈ സാധനമൊക്കെ തിരിച്ചു വരാം നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് ഡോക്ടർ PA കബീർ അദ്ദേഹം സൂചിപ്പിച്ചു, കേരള ഗവൺമെന്റ് സാധാരണ MMR വാക്സിനാണ് കൊടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക്. അതിൽ നിന്ന് ഒരെണ്ണം ഒഴിവാക്കി MR മാത്രം കൊടുത്തപ്പം ആ മുണ്ടിവീക്കം എന്നുള്ള അസുഖം വ്യാപകമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ടാണോ എന്തറിയില്ല, ഗവൺമെന്റ് അങ്ങനെ ഒരു ട്രയൽ നടത്തിയപ്പോൾ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ മുമ്പിലുള്ള ഫാക്ട് ആണ്. ഇതിനെ വിശ്വസിക്കാതെ ഞങ്ങൾ 2000 കൊല്ലം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ന് പറഞ്ഞിട്ട് അതുമായി യാതൊരു ബന്ധമില്ലാത്ത തങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ ചികിത്സിക്കുന്ന ഒരു പ്രാകൃത വിഭാഗം ഇവര് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. നമുക്ക് ഇയാളുടെ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ട സമയത്ത് സംരക്ഷണം നൽകുമെന്ന് ഒരു തെറ്റായ വാഗ്ദാനത്തിലൂടെ ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച റേഷൻ കടയിലേക്ക് പോകണമെങ്കിൽ, ഒരു മുതിർന്ന ഇന്ത്യൻ പൗരനെ സ്വന്തം പെൻഷൻ വാങ്ങണമെങ്കിൽ, ബാങ്കിൽ പോകണമെങ്കിൽ, എന്തെല്ലാം മനുഷ്യ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ടോ സകല ആവശ്യങ്ങൾക്കും വാക്സിൻ എടുത്തെങ്കിലേ നിങ്ങൾ പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒട്ടേറെ പ്രവാസികൾ പ്രവാസ ജീവൻ നയിച്ച് കുടുംബം പോറ്റുന്ന ആളുകൾ കുടുംബം പട്ടിണിയായ സാഹചര്യത്തിൽ കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസ ലോകത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായൊക്കെ വാക്സിൻ ഫസ്റ്റ് ഡോസും പിന്നെ ബൂസ്റ്റർ ഡോസും ഒക്കെ എടുത്ത് ആരോഗ്യം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം എന്നൊക്കെ തെറ്റായ സന്ദേശം നൽകി, തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങൾക്ക് വാക്സിൻ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. നോക്കൂ, ഇദ്ദേഹം പറയുന്നത് ഒരു തെറ്റായ വാഗ്ദാനമാണ് കൊടുത്തതെന്നാണ്. യഥാർത്ഥത്തിൽ പിന്നെ ഇത് നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മാനവരാശി ഇന്നേവരെ അറിയിച്ചെടുത്ത അറിവിന്റെ ഏറ്റവും മികച്ച ഒരു അറിവും കണ്ടുപിടുത്തം തന്നെയാണ് വാക്സിൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിൻ തന്നെ തുടക്കം തന്നെ, മെഡിസിൻ ആയാലും മറ്റെന്ത് ടെക്നോളജി ആയാലും അത് തെറ്റായ വാഗ്ദാനം നൽകി എന്നുള്ളതാണ്. ഈ വാക്സിൻ തന്നെ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ആകെയുള്ളത് ഒരു പബ്ലിക്കിനിടയിലുള്ള ട്രയലിന് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള, നമ്മുടെ കേരളത്തിലടക്കം തന്നെ ഈ റിസർച്ചിൽ പിന്നെ ഏർപ്പെട്ട വിദ്യാർത്ഥികൾ വരെ ഉണ്ട് വാക്സിൻ റിസർച്ചിൽ. അതിപ്പം ഇവർക്ക് ഈ പ്രോട്ടീൻ ഫോൾഡിങ്, പ്രോട്ടീൻ സീക്വൻസിങ്, ബയോഇൻഫർമാറ്റിക്സിന് പുതിയ ഏരിയയെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം +2 പോലും പാസ്സാത്ത ആളുകളാണ് ഇവരുടെ ആളുകൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ബയോഇൻഫർമാറ്റിക്സ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു വിപുലമായ ഏരിയ ഉപയോഗപ്പെടുത്തി കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് തന്നെയാണ് വാക്സിൻ, എന്നാൽ റിസർച്ചിന്റെ എല്ലാ ഘട്ടങ്ങളും ഇതാക്കിയിട്ടാണ് വാക്സിൻ രൂപം കൊടുത്തത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് പിന്നെ തെറ്റായ വാഗ്ദാനം നൽകിയെന്നാണ്. ഫാസിൽ, അതെ, തെറ്റായ വാഗ്ദാനം എന്ന് പറഞ്ഞാല് എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്തേക്ക് പോകാം. പിന്നെ ഒരു സിംഗിൾ നീഡിൽ കുത്തുന്ന ഒഴികെ ബാക്കി എല്ലാം തെറ്റാണ് എന്നാണ്. അപ്പൊ ഇതൊരു അക്യൂട്ട് തീവ്രവാദമാണ്. ഇവരുടെ ഒരു സിംഗിൾ നീഡിൽ കുത്തി എല്ലാ അസുഖം മാറ്റുന്നു എന്ന വാദം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. എന്ത് സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനത്തിന് മുന്നിൽ ഇത് വന്ന് പറയുന്നത്? എന്ത് തെളിവിന്റെ ഉപോത്ബലകമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്? ഇത് ശരിക്കും ഇവിടുത്തെ അധികൃതർ, ഇവിടുത്തെ ഭരണകർത്താക്കളാണ് ഈ രൂപത്തിലുള്ള ആൾക്കാർക്ക് വിലങ്ങിടുന്നത്. ഈ രൂപത്തില് ആൾക്കാര് ഭീതി പടർത്തുക, പൊതുജന ആരോഗ്യത്തെ ഈ രൂപത്തില് ഭീതി പടർത്തിക്കൊണ്ടിട്ട് കുറച്ച് ആൾക്കാരും കൊണ്ട് എന്താ പറയാ, ആലോചിച്ച് നോക്ക്, ഇത് അങ്ങേയറ്റം അപകടത്തിലേക്കാണ് ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഞാൻ തുടർച്ചയായിട്ട് അയാൾ പറയുന്ന ഒന്നുകൂടി കേൾക്കണ്ടേ, ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ. ദിവസങ്ങൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ച ഓരോ മലയാളിയും ഒന്ന് ഓർത്ത് നോക്കൂ, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മലയാളികൾ വാക്സിൻ എടുത്തത്. ശാസ്ത്രലോകം നമ്മെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു പല ശാസ്ത്രവാദികൾക്കും. എന്നാൽ എന്നെ പോലെ അക്യുപഞ്ചർ ചികിത്സയിൽ വിശ്വാസമുള്ള ഒട്ടേറെ പേർ വാക്സിൻ എടുക്കരുതേ, വാക്സിൻ അപകടമാണ് എത്രത്തോളം ചോദിച്ചാൽ എനിക്ക് പരിചയമുള്ള മൈക്രോബയോളജി അധ്യാപകൻ പോലും ഇത്ര ഒരു ചെറിയ കാലം കൊണ്ട് ശരിയായ വാക്സിൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ശാസ്ത്രീയമായി വിവരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെയും ഒക്കെ വിഡ്ഢിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് വാക്സിൻ വക്താക്കൾ സമൂഹത്തിൽ വലിയ തോതിൽ വാക്സിൻ പ്രചരിപ്പിക്കുകയും എടുപ്പിക്കുകയും ചെയ്ത ആ ഒരു ഘട്ടം കഴിഞ്ഞു. നോക്കൂ, ഇദ്ദേഹം ഇതിൽ പറയുന്നത് പിന്നെ വാക്സിൻ അപകടമാണ്, വാക്സിൻ എടുക്കരുത് എന്ന് പലരും പറഞ്ഞു, എക്സ്പേർട്സ് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ വൈരുദ്ധ്യം ഇദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഞങ്ങള് പിന്നെ വാക്സിൻ അപകടമാണെന്ന് പറഞ്ഞാലും കേട്ടില്ല, ഇപ്പൊ വാക്സിൻ അപകടമാണെന്ന് പറയുന്നല്ലോ. എന്നാൽ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇവർ എന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഫാക്ട് എന്താ വെച്ചാല് ഇതിപ്പോ ഇവരെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പഠനങ്ങളൊന്നും നോക്കുന്നൊന്നുമില്ല. സംബന്ധിച്ചിടത്തോളം ആസ്ട്രാസെനിക്ക കോടതിയിൽ പറഞ്ഞു വാക്സിൻ എടുത്ത് എല്ലാവരും മരിക്കുന്നുണ്ട്, ആളുകൾ ബേജാറിലാണ്. എന്നാൽ ഈ ആസ്ട്രാസെനിക്ക തന്നെ പിന്നെ അവരുടെ സ്റ്റഡി എനിക്ക് ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതില് ഡിസംബർ 2021 കൃത്യമായിട്ട് പിന്നെ വാക്സിന്റെ സൈഡ് എഫക്ട്, ഈ പോസിബിൾ സൈഡ് എഫക്ട്, കോവിഡ് വാക്സിന്റെ പോസിബിൾ സൈഡ് എഫക്ട് ആയിട്ട് ഈ ത്രോംബോസിസ് കൃത്യമായി പറയുന്നുണ്ട്. 2021 കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെ ലാൻസെറ്റിന്റെ മറ്റൊരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. അതിലും ആ വീഡിയോയില് 2022 2 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ സൈഡ് എഫക്റ്റിനെ കുറിച്ചും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയെ കുറിച്ച് കൃത്യമായി പറയും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് വെച്ചാല് ഈ സൈഡ് എഫക്ട് മോസ്റ്റ് പ്രോബബ്ലി കൂടുതലും ആദ്യത്തെ വാക്സിൻ എടുത്തതിന് ശേഷം ആദ്യത്തെ 1.5 മാസത്തിനകത്താണ് കാണുന്നത്.
അതും ആ സ്റ്റഡീസിനകത്ത് പറയുന്നുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ 2021 22 എടുത്ത ആൾക്ക് 2 3 3.5 കൊല്ലൊക്കെ ആയിട്ട് എടുത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് 2021 വാക്സിൻ എടുത്ത ആൾക്കാരാണ് ഇപ്പൊ പേടിക്കുന്നത്. അല്ല 22 വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഇത് വരുമോ? ഒരിക്കലും ഇല്ല. 1.5 മാസത്തിനകത്താണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത കേസുകൾ കംപ്ലീറ്റ് ആദ്യത്തെ 1.5 മാസത്തിനകത്താണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ എക്സസീവ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ അത് ഇവരെ ബിസിനസ് ഇൻട്രസ്റ്റ് എക്സസീവ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റിയാക്ഷൻ കാരണം ഫസ്റ്റ് സ്റ്റേജിലാണ് ഇത് ഉണ്ടാവുന്നത്. അതിനെ അതെ, ഫസ്റ്റ് സ്റ്റേജിലാണ് ഈ സംഗതികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഇവരുടെ തന്നെ മറ്റൊരു ആചാര്യനായിട്ടുള്ള മെഡിക്കൽ സയൻസുമായി യാതൊരു ബന്ധവുമില്ല എങ്കിൽ ആധികാരികമായ ഒരു അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സാമുവൽ ജോർജ് ഉണ്ട്. അയാൾ പറയുന്ന ഒരു ചെറിയൊരു 1 മിനിറ്റ് വീഡിയോ കാണാം. അപ്പൊ ഇവരുടെ ഇൻട്രസ്റ്റ് എന്താ നമുക്ക് അതിൽ മനസ്സിലാക്കാം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത നിങ്ങളിൽ പലരും ഇതിനകം കണ്ടു കാണും. ഇതിന്റെ നിർമ്മാതാക്കളായ, അതായത് കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആസ്ട്രാസെനക UK ഹൈക്കോടതിയിൽ നിരവധി പേർ അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കൊടുത്ത കേസുകൾക്ക് മറുപടിയായിട്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് കോവിഷീൽഡ് അഥവാ ആസ്ട്രാസെനക വാക്സിൻ രക്തം കട്ടപിടിപ്പിക്കാനും അതുപോലെ തന്നെ പക്ഷാഘാതം ഉണ്ടാക്കാനും കാരണമാകുമെന്നാണ്. ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇത് ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അത് ഉണ്ടാകും എന്ന് ഔദ്യോഗികമായിട്ട് കോടതിയുടെ മുമ്പാകെ ആദ്യമായിട്ട് അവര് സമ്മതിച്ചിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ആദ്യമായിട്ട് കോടതി മുമ്പാകെ പറഞ്ഞു എന്നുള്ള ഒരു കളവ്. അത് കോവിഷീൽഡ് വാക്സിൻ എടുത്ത് ഇങ്ങനെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ആശങ്ക ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ഡോക്ടർമാരുടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പും പല എൻ്റെ വീഡിയോകളിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഡോക്ടർ ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റേയാള് മിനറൽ തെറാപ്പിയാണ്. ഈ 2 ഡോക്ടർമാരും വാക്സിൻ പാർശ്വഫലം ഇല്ലാതാക്കുന്ന ചികിത്സ. ഇവരുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? പൂര കത്തുമ്പോ വാഴ വെട്ടെന്ന് പറഞ്ഞാൽ ഹോമിയോക്കാരും വന്നിട്ടുണ്ട് ഷോയില്. മിനറൽ വാട്ടർ തെറാപ്പി, പിന്നെ ഒരു ഹോമിയോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ബിസിനസ് ഉണ്ടാക്കലിന് അപ്പുറത്ത് വേറൊരു അജണ്ട ഇവർക്കില്ല. മാത്രമല്ല ആസ്ട്രാസെനിക്ക ആദ്യമായിട്ട് കോടതി പറഞ്ഞു, ഞങ്ങളതിന് മുമ്പേ പറഞ്ഞിരുന്നു, ആസ്ട്രാസെനിക്ക വാക്സിൻ ഇറക്കിയ ഉടനെ തന്നെ ഫാക്ട് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട് പോസിബിൾ സൈഡ് എഫക്ട് അഡിനോ വൈറസ് ആണ് ആഡ് ചെയ്തത്. അഡിനോ വൈറസ് പോസിബിളി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആസ്ട്രാസെനിക്ക വാക്സിൻ ഇറക്കിയ ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയുന്ന കളവ് പിന്നെ ആദ്യമായിട്ട് കോടതി പറഞ്ഞു. പക്ഷെ പേടിക്കേണ്ട, ഞങ്ങളിൽ മരുന്നുണ്ട് കേട്ടോ, ഞങ്ങളിൽ എല്ലാത്തിനും മരുന്നുണ്ട്, മിനറൽ വാട്ടർ തെറാപ്പി ഉണ്ട് ബന്ധപ്പെടുക പറഞ്ഞിട്ട് ഇവര് കോടികൾ തട്ടുന്ന മാഫിയ സംഘം നമ്മൾ പറഞ്ഞ വെറുതെ അല്ല. ഇത് എല്ലാരും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പൂര കത്തുമ്പോ വാഴ വെട്ടാണ്. ഹോമിയോപതിക്കാരായാലും നാച്ചുറോപതിക്കാരായാലും അതേപോലെ തന്നെ അക്യൂപങ്ചറുകാരായാലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം അവർക്ക് വളരണം, അവർക്ക് റവന്യൂ ഉണ്ടാവണം. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഭീതി ഉണ്ടാക്കില്ലേ, ഭീതി പരത്തി കണ്ടോ, അതിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങോട്ട് പോര്, ഞങ്ങളുടെ അടുത്താണ് യഥാർത്ഥ ട്രീറ്റ്മെന്റ് ഉള്ളത്. അങ്ങനെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അതിലേക്ക് പയ്യെ അതിന്റെ ആൾക്കാരാക്കി വക്താക്കളാക്കി മാറ്റുക, അവർക്ക് റവന്യൂ കിട്ടുക. അതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കിട്ടണ്ട, ഇതിനെക്കുറിച്ചുള്ള കാര്യമായി പഠിക്കണ്ട, അവരുടെ സംഗതി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് പറയാനുള്ള ഉത്തരവാദിത്വം പോലും അവർക്കില്ല. അതുപോലും പറയാനുള്ള മാന്യത ഇല്ല. എന്നാ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് സൊല്യൂഷനാണുള്ളത്? അതുണ്ടോ? അതില്ല. അതിലോട്ട് വരണ്ടുണ്ട്. ഇവരെങ്ങനെയാണ് പിന്നെ പ്രതിരോധ ശേഷി കൂട്ടണമെന്ന് അവർ വിശദീകരിക്കേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേ ഷുഹൈബ് റിയാലോ ഒന്ന് പ്ലേ ചെയ്ത്. ഒട്ടേറെ പേരുണ്ട്. സെക്കൻഡ് ഡോസ് എടുക്കാൻ മടി കാണിച്ചവരാണെങ്കിൽ പോലും സെക്കൻഡ് ഡോസ് എടുത്തവർ ഒട്ടേറെ പേരുണ്ട്. അവരാൾ തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഷീൽഡ് പോലെയുള്ള സമാനമായ പല കമ്പനികളും പുറത്തിറക്കിയ കോവിഡ് വാക്സിൻ അത് മരണം വിളിച്ചു വരുത്തുന്നതാണ്. നോക്കൂ, മരണം വിളിച്ചു വരുത്തുന്നതാണ്, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. ഇയാളൊക്കെ നമ്മളൊക്കെ പിന്നെ മാന്യമായി പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് മറ്റു വേർഡുകളൊന്നും ഉപയോഗിക്കാത്തത്. ഇയാൾക്ക് വേറൊരു ക്ലിപ്പിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ 5 മിനിറ്റ് ഫുള്ള് കേട്ടു. അതിനകത്ത് പറയുന്നുണ്ട് കോവിഡ് എന്താണ്, കോവിഡ് വെറും ഒരു ജലദോഷപ്പനി. നമ്മള് ഭാഷയിൽ പറഞ്ഞ ജാഹിൽ എന്നൊക്കെ പറയാം. 70 ലക്ഷം പേരാണ് ഈ സംഗതി കൊണ്ട് മരണപ്പെട്ട്. അതിന് ഇയാൾ പറഞ്ഞു എന്താണ് വെറും ജലദോഷപ്പനി. എത്ര ലളിതമായിട്ടാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, എത്ര വലിയ ഫിത്തനയാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ആലോചിച്ചോക്കെ. എന്നിട്ട് കോവിഡ് ജലദോഷപ്പനിയാണ്, അതാണ് അദ്ദേഹത്തിന് അതിനെ കുറിച്ചുള്ള അറിവ്.
ഒന്ന് കണ്ടിന്യൂ ആയിട്ട് അവരുണ്ട്. കോവിഡോ വെറും ജലദോഷപ്പനി. അപ്പൊ കോവിഡ് ഉണ്ടാക്കുന്ന അപകടത്തെക്കാൾ എത്രയോ ഇരട്ടി അപകടം ഉണ്ടാക്കുന്ന വാക്സിനാണ് സുരക്ഷിതം എന്ന പേരിൽ ജനങ്ങൾക്ക് നൽകപ്പെട്ടെങ്കിലും ആ സമയത്തും ഫാക്ട് ഷീറ്റിലൂടെ മരുന്നുണ്ടാക്കിയ മാനുഫാക്ചേഴ്സ് ഓരോ ഘട്ടത്തിലും ഫാക്ട് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സന്ദർഭം നോക്കൂ. മറ്റൊരു ഭീകരമായ കളവ് ഞാൻ പറയാം. കോവിഡിനേക്കാളും ഭീകരമായ പ്രശ്നം വാക്സിൻ. ഇയാൾ എവിടുന്നായി ഡാറ്റ എടുത്ത് സംസാരിക്കുന്നത്? ഇയാള് പിന്നെ ഒരു വെറും ചികിത്സകനല്ല. കേരളത്തിൽ പിന്നെ എല്ലാ വർഷവും 2000-ഓളം അക്യുപഞ്ചർ ചികിത്സകരെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ് ഇയാള്. എന്നിട്ട് കോവിഡിനെക്കാട്ടും വലിയ ഭീകരമായ അവയത്ത് ഇയാൾക്ക് എന്താണ് കോവിഡ്, എന്താണ് വൈറസ്? കാരണം അയാൾ പറഞ്ഞിട്ട് ഇയാൾ പഠിച്ചിട്ടില്ല. ഇയാൾ പോളിടെക്നിക്കാണ്. പിന്നെ യുനാനി മരുന്നുകൾ വിറ്റ് നടന്ന പരിചയമുള്ളത്. ഇതാണ് ആകെയുള്ള മെഡിസിനായിട്ടുള്ള ബന്ധം. പോളിടെക്നിക്കിൽ എന്താണ് പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല മെഡിസിനെ കുറിച്ച്. ഇയാളാണ് 2000-ഓളം ആളുകളെ 45,000 രൂപ ഫീസ് വാങ്ങിയിട്ട് എല്ലാ വർഷവും നിങ്ങൾ ചികിത്സിച്ചോളൂ, ഡോക്ടർ ആക്കാം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ തന്നെ പറയും, ഡോക്ടർ ആക്കാമെന്ന് പറഞ്ഞു വിടുന്നത്. ഇദ്ദേഹമാണ് പറയുന്നത് കോവിഡ് ജലദോഷപ്പനി ഞാൻ പറയാറുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്ന്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഒരുത്തരെ പിടിച്ചിട്ട് കൊല്ലുന്നതിനേക്കാളും ഭീകരമാണ്. കത്തിലിനേക്കാളും കൊലപാതകത്തെക്കാളും പ്രശ്നമാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ ഫിത്തന ഉണ്ടാക്കുക. ഇദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് നേർക്ക് നേരെ നമുക്ക് പറയാം, നാട്ടിൽ കുഴപ്പമുണ്ടാക്കലാണ്, നാട്ടിൽ ഫിത്തന ഉണ്ടാക്കലാണ്, ആൾക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ ഫിത്തന ഉണ്ടാക്കലാണ് ഇപ്പൊ ഇദ്ദേഹം ചെയ്യുന്ന പണി. ഇത് വേണ്ട രൂപത്തിൽ റെഫ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വളരെ ഒറ്റപ്പെട്ട റെഫ്യൂട്ടേഷൻ മാത്രമല്ല ഫാസിൽ, വീട്ടിലും കുടുംബങ്ങളിലും കുഴപ്പം. എനിക്ക് അടുത്ത കാലത്ത് നമ്മുടെ ഷാർജയിലുള്ള ഒരു ഫാമിലി എന്നെ വിളിച്ചു, ഒരു പാരന്റ് വിളിച്ചു പറഞ്ഞു, വളരെ മനപ്രയാസത്തിലാണ്. പിന്നെ മോള് കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു, രണ്ടാമത്തെ പ്രസവം അവളുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല, വീട്ടിൽ പ്രസവിച്ചാൽ മതി, ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കണില്ല, അക്യുപങ്ചർ ഈ ഇതിൽ തലയിൽ കയറിയിട്ട് ഇങ്ങനെ കണ്ണീര് കുടിക്കുന്ന ഉമ്മ. ആ ഉമ്മ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം മോളുടെ ഭാവി ഓർത്തിട്ട് ആരായാലും കരയല്ലോ. ഇങ്ങനെ കുടുംബങ്ങളിൽ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ നാട്ടിലുണ്ടാക്കുന്ന കുഴപ്പം ചില്ലറയല്ല. മാത്രമല്ല പ്രവാചക ഹദീസിന് വിരുദ്ധമായിട്ട് ചികിത്സ അറിയാതെ നിങ്ങൾ ചികിത്സിക്കരുത് എന്ന് കൃത്യമായ താക്കീത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ലംഘിച്ചതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പണിയെടുക്കുന്നത്. ഇയാള് പറയണമെന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. തന്നെ മരുന്നിന്റെ അപകടങ്ങളെ കൃത്യമായി സൂചിപ്പിച്ചെങ്കിലും നമ്മൾ ആരും അതൊന്നും ശ്രദ്ധിക്കാതെ, അതൊന്നും നിരീക്ഷിക്കാതെ, കേട്ട പാതി കേൾക്കാത്ത പാതി എന്നോണം പരക്കം പാഞ്ഞുകൊണ്ട് കൈയുടെ കാശ് കൊടുത്തുകൊണ്ട് പല രൂപത്തിലായിക്കൊണ്ടൊക്കെ വാക്സിൻ എടുത്ത് ഇന്ന് വാക്സിൻ എടുത്ത ഓരോ മലയാളിയും ദുഃഖിക്കുകയാണ്. എന്നാൽ ആ സമയത്തും അക്യുപഞ്ചർ ചികിത്സകർ പറയുന്നുണ്ടായിരുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വാക്സിൻ അല്ലാതെ അക്യുപഞ്ചർ ചികിത്സ മതിയായതാണ് എന്ന്. പക്ഷേ അത് വിശ്വസിച്ച ഒട്ടേറെ പേർക്ക് ആശ്വാസമായെങ്കിലും അത് നിരാകരിക്കുകയും അതിനെ പുച്ഛിത്തള്ളുകയും അതിനെ കളിയാക്കുകയും ശാസ്ത്രബോധമില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് എന്നെ പോലെയുള്ള ഓരോ അക്യുപഞ്ചർ ചികിത്സകരെയും അക്യുപഞ്ചർ പ്രചാരകരെയും പരിഹസിച്ച ഒട്ടേറെ പേർ ഇന്ന് വാക്സിൻ എടുത്ത് ശേഷം എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ ഈ വാക്സിൻ ഉണ്ടാക്കിയേക്കും എന്ന് പറയുന്നത് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും അക്യുപഞ്ചർ ചികിത്സ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ പറയാനുള്ളത് തീർച്ചയായും ശരീരത്തിന് സൊല്യൂഷൻ എന്താണ്? പ്രതിരോധശേഷി വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ഇത് വരാതിരിക്കാനുള്ള സൊല്യൂഷൻ ഇവരെടുത്തുണ്ട്. പക്ഷെ പറയൂല, അത് നിങ്ങൾ ചോദിച്ചാലേ പറയൂല. കാരണം പറയണമെങ്കിൽ നിങ്ങൾ 40,000 രൂപ എടുത്ത് കോഴ്സ് പഠിക്കണം എന്നാലേ പറയുള്ളൂ. ഇവരുമായിട്ടുള്ള ചർച്ചയിൽ തുടക്കം മുതൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറ, ഒരു അസുഖം എങ്ങനെയാണ് നിങ്ങൾ സൂചി കുത്തുമ്പം മാറുന്നത് ഒന്ന് നിങ്ങൾ വിശദീകരിക്കൂ. അല്ലാതെ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയാം, ഓക്കെ നിങ്ങൾ പഠിച്ചതല്ല, നിങ്ങൾ വിശദീകരിക്കൂ. കൃത്യമായിട്ട് വാക്സിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഡേൺ മെഡിസിന്റെ ഒരു മെഡിസിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വിശദീകരിക്കാൻ പറ്റും. കാരണം അത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് വാക്സിൻ കോവിഡിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റും. ഇതിന്റെ കാര്യകാരണ ബന്ധം, സബബ് വിശദീകരിക്കാൻ പറ്റും. ഇവർക്കത് അറിയില്ല. ഇവർ പറയട്ടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്, അക്യുപഞ്ചർ ചികിത്സയിലൂടെ എങ്ങനെയാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവർ പറയട്ടെ. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കലാണ് വാക്സിൻ വഴി ചെയ്യുന്നത്. അല്ലാതെ ഇവരെങ്ങനെയാ ചെയ്യണമെന്ന് പറയട്ടെ. അത് ഇവർ പറയണില്ല എന്നുള്ളതാണ്. അയാൾക്ക് അറിയില്ല. ഇങ്ങനെയാണ് ഇവിടെ ആളുകളെ പറ്റിക്കുന്നത്. ഈ സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയണം. ഈ പാസ്റ്റർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ഇതേ രൂപത്തിലാണ് ഇവര് മോഡേൺ മെഡിസിനെതിരെ പറയുന്ന ഓരോ സംഗതിയും. മോഡേൺ മെഡിസിനകത്ത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന നോർമൽ പാരസെറ്റമോൾ, ഫോർ എക്സാമ്പിൾ പാരസെറ്റമോൾ ആവട്ടെ, ഐബുപ്രോഫിൻ ആവട്ടെ, ഏത് മെഡിസിൻ ആവട്ടെ, അതിനകത്തുള്ള ഒരു പേപ്പർ ഉണ്ട്, അത് തുറന്നാൽ കിട്ടുന്ന. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ മരുന്ന് കഴിച്ചാൽ വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്. ഒരാളിപ്പോ ഞാൻ പറയാറുണ്ട്, ഫോർ എക്സാമ്പിൾ ഒരാൾ പാരസെറ്റമോൾ കഴിച്ചു, എന്നിട്ട് അയാൾക്ക് ഒരു ഹാലുസിനേഷൻ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേറെ എന്തെങ്കിലും ഇതേവരെ കാണാത്തൊരു സംഭവം. അപ്പൊ അയാൾക്ക് ഇപ്പൊ ഞാൻ പാരസെറ്റമോൾ കഴിച്ച് ഭ്രാന്തായി എന്ന് പറഞ്ഞ ഒരുത്തൻ നമ്മൾക്കെതിരെ കേസ് കൊടുത്താൽ നമുക്ക് പറയാൻ കഴിയും? ഇല്ല, കഴിയില്ല. നിങ്ങൾക്ക് വന്ന ഭ്രാന്ത് പാരസെറ്റമോൾ കൊണ്ടല്ല.
വർഷങ്ങൾ മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇത് കഴിച്ചാൽ വരാവുന്ന സംഗതികൾ, ലോങ് ടേം കഴിച്ചാൽ വരാവുന്നത്, ഷോർട്ട് ടൈം കഴിച്ചാൽ വരാവുന്നത് എന്തൊക്കെ സംഗതികളാണെന്ന് ഇതിനകത്തുണ്ട്, ഈ പേപ്പറിനകത്തുണ്ട്. ഈ പേപ്പറിന്റെ പുറത്തുള്ള ഒരു സംഗതി വരില്ല, ഉറപ്പിച്ചു പറയാൻ കഴിയും. അതേപോലെ തന്നെ വാക്സിന്റെ വിഷയമായാലും ക്രോണിക് മെഡിസിന്റെ വിഷയമായാലും അതേപോലെ തന്നെ ഏത് ഡ്രഗിന്റെ വിഷയമായാലും ആ ഡ്രഗ് കഴിച്ചിട്ട് എന്തൊക്കെ വന്നേക്കാം, എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായ പതിറ്റാണ്ടുകൾ നീട്ട റിസർച്ചിന്റെ ഫലമായിക്കൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവര് പറയുന്നത് ഇപ്പോഴാ പറയുന്നത്, നേരത്തെ പറഞ്ഞ വ്യക്തി പറയുന്നത് എന്താണ്, മാത്യു എന്താണ് അദ്ദേഹത്തിന്റെ പേര്, അത് ഈ മുമ്പ് പറയാതെ ഇത് ഇപ്പോഴാ പറയുന്നതെന്ന്. കളവാണ് മെയിൻ, ഇവരുടെ ഒരു ആയുധം കളവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കളവ് പറയാ, ഒരു നിർലജ്ജം കളവ് പറയാന്ന് പറയില്ലേ. അതെ അതെ. പക്ഷെ അതുകൊണ്ടുള്ള അപകടം ഭയങ്കര വലുതാണ് ഫാസിൽ. കാരണം സാധാരണക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മരുന്നിനെ തെറ്റിദ്ധരിക്കാണ്. കാരണം മരുന്നിനെ കുറിച്ച് പറഞ്ഞാൽ 10-15 വർഷം റിസർച്ച് ചെയ്ത് അതിന്റെ പോസിബിൾ സൈഡ് ഇഫക്റ്റ് ഒക്കെ നോക്കി, ബെനിഫിറ്റ് റിസ്ക് നോക്കി, ബെനിഫിറ്റ് കൂടുതലാണെന്ന് കണ്ടെത്തി അങ്ങനെയാണ് ഒരു മരുന്ന് ഇറക്കുന്നത്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് ഒരു മരുന്നായി മാറുന്നത് എന്ന് നമ്മുടെ ചർച്ചയിൽ തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണ് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവര് ഇതൊന്നും അറിയാത്ത സാധാരണക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റിക്കാണ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഫാസിൽ, ഇവരുടെ ചികിത്സകരായിട്ട് നടക്കുന്ന പലരും അറബി കോളേജ് പഠിച്ച ആളുകളാണ്. ഞാൻ സോഷ്യൽ മീഡിയ ഇടപെടുമ്പോൾ മനസ്സിലായത് യാതൊരു വിവരവും ഇല്ല. അറബി കോളേജ് മോശമൊന്നുമല്ല. അറബി കോളേജ് എന്ന് പറഞ്ഞാല് വളരെ അനിവാര്യമായിട്ട് അത്യാവശ്യമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അറബി കോളേജ് പഠിക്കുന്നുണ്ട്. പക്ഷെ അവരല്ല ചികിത്സിക്കാൻ ഇറങ്ങേണ്ടത്. കാരണം അറബി കോളേജ് ചികിത്സ അല്ല പഠിപ്പിക്കുന്നത്. അത് വിദഗ്ധരായിട്ടുള്ള പണ്ഡിതന്മാരായ ആളുകളെ ഈ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം കൃത്യമായിട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആൾക്കാര് ഇവരൊക്കെ നിഷ്കളങ്കരാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഈ വ്യക്തി ഇതിന്റെ പേര് റിയാലോ, ഇതുപോലെയുള്ള ആൾക്കാര് വലിയ കോടിപതിലായിട്ടുണ്ട്, മില്യണർമാരായിട്ടുണ്ട്. അവര് മൂലം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ രൂപത്തില് പണ്ഡിതന്മാരായ ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവര് നിഷ്കളങ്കരാ. മോഡേൺ മെഡിസിൻ ഭയങ്കര പ്രശ്നമാണ്, വിഷാണെന്ന് കാര്യമായിട്ടും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇഖ്ലാസോടുകൂടി വിശ്വസിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിയ ആൾക്കാരാണ് പലരും. അപ്പോ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയം ഒന്ന് പഠിച്ചിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി.